പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താസമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. എന്താണ് ചെയ്യേണ്ടത്? ആളുകൾ വിളിച്ചിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നത് ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രധാനം. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു, നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്? നിങ്ങളെല്ലാവരും കേട്ടിരിക്കല്ലേ? നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്നേ ഉള്ളൂ. അപ്പൊ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താസമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ കെ ആർ സാജു ന്യൂസ് ഡെസ്കിൽ നിന്ന്. സാജു, എന്താണ് മുഖ്യമന്ത്രിയെ ക്ഷുഭിതനാക്കിയത്? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പതിവ് പോലെ ഒരു സമയമാകുമ്പോൾ മുഖ്യമന്ത്രി അവസാനിപ്പിക്കും. അതിനുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടിയില്ല എന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി ഈ പ്രചരണം ആരംഭിച്ചത് മുതലുള്ള സമയം സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് കൂടുതൽ ചോദ്യങ്ങൾ ആ സമയത്തും ഉയർന്നു വന്നു. പക്ഷേ മുഖ്യമന്ത്രി പതിവ് പോലെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ നിന്നും മറ്റൊരു ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രമാണോ മറുപടിയുള്ളത്? CM ഇത് മോശമാണ് എന്ന നിലയിൽ വിളിച്ചു പറഞ്ഞു. ഇതോടെ നടന്നുപോയ മുഖ്യമന്ത്രി തിരികെ വന്ന് ഇരുന്നു. അല്പം ക്ഷുഭിതനായി തന്നെ അദ്ദേഹം പറഞ്ഞു, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണമായിരുന്നു, അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന നിലയിലുള്ള പ്രതികരണമുണ്ടായി. തുടർന്ന് വീണ്ടും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതെ മുഖ്യമന്ത്രി മടങ്ങുക എന്ന രീതിയാണ് ഇന്ന് സ്വീകരിച്ചത്. മാത്രമല്ല, മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രതിഷേധം ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യമായിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ചോദ്യങ്ങൾക്കും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ക്ഷുഭിതനാകുകയോ നിങ്ങൾക്ക് വിഷമമുണ്ടല്ലോ, വിഷമമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോകുന്ന ഒരു രീതി കൂടി മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി ക്ഷുഭിതനാവുന്ന നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്ക് അജണ്ടയുണ്ട് എന്ന് SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനോട് പറയുന്നുണ്ടായിരുന്നു. അലങ്കോലമാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് തൊട്ടടുത്ത പരിപാടി, അതായത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും മുഖ്യമന്ത്രി ചില മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനം അലങ്കോലമാക്കാൻ വന്നു എന്ന നിലയിൽ പ്രസംഗത്തിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഏതാണ്ട് അതിന്റെ തുടർച്ചയെന്നോണം വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും. കാരണം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉയരുന്നു. മുഖ്യമന്ത്രിയെ ശരി സാജു, ഒരു നിമിഷം. ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ലിജോ റോൺസ് കൂടി നമ്മളൊപ്പം ചേരുന്നു. ലിജോ, എന്തായിരുന്നു മുഖ്യമന്ത്രി അസ്വസ്ഥനാക്കിയ ചോദ്യം? ഈ മുഖ്യമന്ത്രിക്ക്, അതായത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് അതായത് CPMുമായി അടുത്ത് നിൽക്കുന്ന ഒരു ചാനലിലെയും പത്രത്തിൽ നിന്നുമായി 7 മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. മുൻനിര സീറ്റുകൾ ഉൾപ്പെടെ ഉറപ്പിക്കുകയും മുഖ്യമന്ത്രി 3 ചോദ്യങ്ങൾക്കാണ് മറുപടി പറഞ്ഞത്. അനുകൂലമായ 3 ചോദ്യങ്ങൾ ഉയർന്നു. മറ്റു ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിനിടയ്ക്ക് ചോദിക്കുമ്പോൾ അതൊന്നും ചെവിക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഈ 3 ചോദ്യം ചോദിച്ച് വീണ്ടും ഈ SDPയുമായി ബന്ധപ്പെട്ട കാര്യവും ഉമർ ഫൈസിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ ഉൾപ്പെടെ ചോദിക്കുമ്പോൾ അതൊന്നും കേൾക്കാതെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ സമയത്താണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുയർന്നത്. ഇത്തരത്തിൽ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രമേ മുഖ്യമന്ത്രി മറുപടി പറയുമെന്നുള്ള ഒരു പ്രതിഷേധം ശക്തമായി ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി, അതായത് വാർത്താ സമ്മേളനം മടങ്ങി അവസാനിപ്പിച്ച് തിരികെ പടികയറി പോകാൻ തുടങ്ങിയ മുഖ്യമന്ത്രി തിരികെ എത്തി അവിടെ വന്നിരുന്നതിന് ശേഷം നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു: ഈ ചോദ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ പോരാ, അത് പുറത്തേക്ക് കൂടെ വരേണ്ടതുണ്ട്. എന്തായാലും എനിക്ക് ഇന്നത്തെ സമയം അവസാനിച്ചു, ഇന്നിനി മറ്റു മറുപടികളൊന്നും പറയാനില്ല, അതുകൊണ്ട് താൻ മടങ്ങി പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തിരികെ പോവുകയും ചെയ്തു. അതായത് എല്ലാവർക്കും ഒരു വാർത്താ സമ്മേളനമാകുമ്പോൾ ചോദ്യം ചോദിച്ച ഒരാൾ തന്നെ വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കുന്നത് സാധാരണയായി മാധ്യമപ്രവർത്തകർ തമ്മിലുള്ള ഒരു കാര്യങ്ങൾ പോലെ ഒരു ധാരണയിലൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ ഇത് അങ്ങനെയല്ല ഉണ്ടായത്. എതിരായി വരുന്ന ചോദ്യങ്ങൾ, SDPയുടെ വോട്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഉമർ ഫൈസി സ്ത്രീകളെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് ഈ മറ്റു മാധ്യമപ്രവർത്തകർ. കാരണം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉയർന്ന ശബ്ദത്തിൽ തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കേട്ടെന്ന് നടിക്കാതെ എന്താണോ തനിക്ക് പറയാൻ മറുപടിയായിട്ടുള്ളത്, അതായത് മുണ്ടക്കയുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നു, ഈ വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നു, അതിനൊക്കെ മാത്രം മറുപടി പറഞ്ഞുകൊണ്ട് പോയ സമയത്തായിരുന്നു വലിയൊരു പ്രതിഷേധം ഉണ്ടാവുകയും
അതിലാണ് മുഖ്യമന്ത്രി അസ്വസ്ഥനായതിനു ശേഷമാണ് തിരികെ വന്ന് മറുപടി പറഞ്ഞിട്ട് പോയത്. ഇന്നത്തെ സമയം അവസാനിച്ചു. ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അത് മനസ്സിൽ വച്ചിരുന്നാൽ പോരാ, ചോദിക്കണം. ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് താൻ മറുപടി പറഞ്ഞിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചോദിച്ചോട് തിരിച്ച് ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അനുകൂലമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ലിജോ, സ്വാഭാവികമായും അതൊരു സ്റ്റേജ് മാനേജർ വാർത്താ സമ്മേളനമാണ് എന്ന് നമ്മൾ ധരിക്കേണ്ടി വരും. കാരണം അനുകൂലമായി ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങളിൽ നിന്ന് കൂടുതൽ മാധ്യമപ്രവർത്തകരെ കൊണ്ടുവരിക, അവരെ കൊണ്ട് ചോദ്യം ചോദിക്കുക, അതിന് മാത്രം മറുപടി പറയുക. മറ്റുള്ള ചോദ്യങ്ങളെ എങ്ങനെയാണ് മുഖ്യമന്ത്രി അവഗണിച്ചത്?